ഹലോ! അങ്ങനെ ഇഷ്ടമാത്രത്തില് ഇഷിതയ്ക്ക് ഒരു കിടിലൻ സർപ്രൈസ് ഒരുക്കുകയാണ് നമ്മുടെ മഹേഷ്. ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ കിലുക്കത്തില് നമ്മുടെ രേവതി ഇല്ലേ? രേവതി ഇങ്ങനെ മണം പിടിക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിക്കന്റെ. അതുപോലെ നമ്മുടെ ഇഷിത മഹേഷ് വരുമ്പോ ഇങ്ങനെ മണം പിടിക്കുന്നുണ്ടേ. ലാസ്റ്റാണ് മഹേഷിന്റെ കയ്യില് പൊതി തുറന്ന് നോക്കുമ്പോൾ ഒരു മസാല ദോശ കൊണ്ടുവന്നിരിക്കുവാ. അപ്പൊ ഇഷിത പറയുന്നുണ്ട്, "എനിക്ക് മസാല ദോശ വേണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ" എന്ന് പറയും. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, "കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഒരു ഭർത്താവിന്റെ ജോലിയല്ലേ" എന്നും പറഞ്ഞിട്ട് ആ ദോശ നമ്മുടെ ഇഷിതയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുവാണേ. അപ്പുറത്ത് നമ്മുടെ സ്വപ്നവല്ലിയായാലും അച്ഛനായാലും ഒക്കെ പൊന്നുപോലെ നോക്കുവാണ് നമ്മുടെ ഇഷിതയെ. അപ്പത്തേക്കും മഞ്ജിമ വന്നിട്ട്, "നീ ഏത് ഡോക്ടറിനെയാ കൺസൾട്ട് ചെയ്തിരിക്കുന്നേ?" എന്നും പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ചോദ്യം നമ്മുടെ ഇഷിതയുടെ ഉള്ളില് ഒരു അന്താളിപ്പ് വരുത്തുന്നുണ്ടേ. അപ്പുറത്താണെങ്കില് നമ്മുടെ ആദിയും നമ്മുടെ ആകാശും രചനയും കൂടെ ഫുഡ് കഴിക്കാനിരിക്കുമ്പോ ആകാശ് ആദീനോട് പറയുന്നുണ്ട്, "നീ മഹേഷിന്റെ മൂത്ത പുത്രനല്ലേ? എന്നിട്ട് അവിടെ ഒരു കുഞ്ഞ് നിന്റെ അനിയനോ അനിയത്തിയോ വരാൻ പോയിട്ട് നിന്നെ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞോ? മഹേഷോ ഇഷിതയോ ആരെങ്കിലും? നീ അത്ര ഉള്ളടാ" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദീനെ ഇങ്ങനെ പിരിയേറ്റുന്ന രംഗമാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ. കാത്തിരിക്കാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.